ചാനൽ ഇപ്പോഴത്തെ പറയുമ്പോൾ അവിയൽ പരിപാടി വരുമെന്ന് വെച്ചാൽ അവിയൽ വരും. ഇപ്പം മണ്ടപ്പരം എന്ന് പറയുന്നത് എഡിറ്റ് വീഡിയോ ഇട്ടതിൻ്റെ ഏറ്റവും വലിയ മണ്ടപ്പരമായിരുന്നു യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിൽ തൊട്ട് ഒരു കണ്ടന്റ് മാത്രമേ നമ്മുടെ ചാനൽ വരത്തോളൂ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ല. അതിന് കാരണം നമ്മൾ ഈ വീഡിയോ പറയുന്നതായിരിക്കാം. നമുക്ക് ആദ്യമേ ആ കാര്യം പറഞ്ഞു തുടങ്ങാം അല്ലേ. ഞാൻ വീഡിയോ എടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചാനൽ വീഡിയോ ഇട്ടിട്ട് വ്യൂസ് ഇല്ല. അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. എല്ലാവരും യൂട്യൂബ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പുതിയ യൂട്യൂബ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊക്കെ. അപ്പം എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല, വിഷമമായി. പക്ഷെ ഞാൻ തളരത്തില്ല. ഞാൻ മുമ്പോട്ട് ഇനിയും പോവും. ഞാൻ ഒരിക്കലും വ്യൂസ് ഇല്ലാത്തതിൻ്റെ പേരൊന്നും ഒരിക്കലും വീഡിയോ ഇനി ഇടായിരിക്കത്തില്ല. ഇനി തൊട്ട് ഇടായിരിക്കത്തില്ല. എനിക്ക് ചെറിയ വിഷമം തോന്നി. എന്നുവെച്ചാൽ ആൾക്കാരെ കാണുന്നില്ല. അതൊക്കെ കൊണ്ട് പിന്നെ കുറച്ച് കാരണം ഞാൻ അല്ല പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും വീഡിയോ ഓഫറെ കാണുക. അപ്പോൾ നമുക്ക് മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത് മെയിൻ കാര്യമാണ്. ബാക്കി കുറച്ചുകൂടെ വലിയ മെയിൻ കാര്യങ്ങൾക്ക് നടക്കാതെ കാര്യങ്ങൾ എന്തെല്ലാം ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പോകാൻ കഴിയും. അതൊക്കെ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇടാത്ത കാര്യം മനസ്സിലായാലും ഇതൊന്നും ഇല്ലാക്കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ പറയാൻ വന്നത് പുതിയ യൂട്യൂബേഴ്സ് വല്ല വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടി പറയാൻ പോകുന്നത്, ഒരിക്കലും നിങ്ങളുടെ പുതിയ ചാനലിൽ ഒരിക്കലും എല്ലാ കണ്ടന്റും വാരി അപ്ലോഡ് ചെയ്യരുത്. അതായത് എൻ്റെ ചാനൽ ഇപ്പോഴത്തെ പറയുമ്പോൾ അവിയൽ വരുമെന്ന് വെച്ചാൽ അവിയൽ വരും. അപ്പം നിങ്ങളുടെ ചാനൽ ഒരിക്കലും നിങ്ങൾ അവിയൽ പരിപാടി കണക്ക് ആക്കരുത്. അതായത് ഒരുപാട് വീഡിയോ വാരി ഇടരുത്. എൻ്റെ ഏറ്റവും മണ്ടപ്പരായിരുന്നു അത്. ഒരുപാട് കുറേ കണ്ടന്റ് വീഡിയോസ് ഇട്ടത് എൻ്റെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എഡിറ്റ് വീഡിയോ, ഗെയിമിംഗ് വീഡിയോ, വ്ളോഗ് വീഡിയോ, അങ്ങനെ ഒരുപാട് തരം കണ്ടന്റ് നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് കാണാൻ പറ്റും. അതാണൊക്കെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എൻ്റെ ഏറ്റവും വലിയ മണ്ടപ്പരമായിരുന്നു ആ കാര്യം. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് മാത്രം ചെയ്യുക. അതെല്ലാം കൂടെ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ മണ്ടപ്പരം എന്ന് പറയുന്നത് എഡിറ്റ് വീഡിയോ ഇട്ടതിൻ്റെ ഏറ്റവും വലിയ മണ്ടപ്പരമായിരുന്നു യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇട്ടത് എന്ത് എഡിറ്റ് വീഡിയോ നമുക്കറിയോ? ഇംഗ്ലീഷ് സിനിമയുടെയും റൊണാൾഡോയും മെസ്സിയുടെയും ഇട്ടതാണ് എൻ്റെ ഏറ്റവും വലിയ മണ്ടപ്പരം. പക്ഷേ അത് അങ്ങനെ ഇട്ട് നിങ്ങൾക്ക് ഇട്ടാലും ഞാൻ ഇട്ടാലും സബ്സ്ക്രൈബേഴ്സും വ്യൂസ് എല്ലാം കയറും. പക്ഷേ ആ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം അവർ മൊത്തം വേറെ യൂറോപ്യൻ കൺട്രീസിലെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോ പറഞ്ഞാൽ നമ്മൾ മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അതേ സംസാരിച്ച് നമ്മൾ വീഡിയോ ഇടും. പക്ഷേ ഇംഗ്ലീഷുകാർക്ക് അതൊക്കെ അറിയൂ, മലയാളം അവർക്ക് അറിയൂ. പക്ഷേ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ കേൾക്കാൻ പറ്റും നമ്മൾ പറയുന്നത്. പക്ഷെ എന്നാൽ ചിലപ്പോൾ കാണത്തില്ല. കാരണം അവർ നമ്മൾ എഡിറ്റിംഗ് വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇതാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ അതേ കാണത്തുള്ളൂ. പക്ഷേ നമുക്ക് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും. കാരണം ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. ഇനി തൊട്ട് എഡിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിച്ച് ചാനൽ ചിലപ്പോൾ ടെർമിനേറ്റ് ആയി പോകും. അപ്പോൾ ഇട്ട് എൻ്റെ ചാനൽ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തിയ മെയിൻ കാര്യം അതാണ്. ചുമയാണ് കേസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് വീഡിയോ ഇടാതിരുന്ന വേറൊരു കാര്യം ഇതായിരുന്നു. ചുമയും പനിയൊക്കെയാണ്. ഓക്കെ, അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിർത്തിയതാണ്. കാരണം ഇതൊക്കെ ടെർമിനേറ്റ് ആയി പോകുന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇടായിരുന്നു. ആ മെയിൻ കാര്യം നിർത്തിയതായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് ഇനി പറയാൻ പോകുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വേറെ കണ്ടന്റ് വീഡിയോ ഒന്നുമല്ല, ഗെയിമിംഗ് കണ്ടന്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗെയിം കളിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗെയിമിംഗ് കണ്ടന്റ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചാനലിലെ നെയിം നമ്മൾ മാറ്റാൻ പോവുകയാണ്, പേര് മാറ്റാൻ പോവുകയാണ് നമ്മുടെ ചാനലിലെ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അറിയാം, ഗൗതം വ്ലോഗ്സ് YT എന്നാണ്. പക്ഷെ നമ്മൾ ആ പേര് മാറ്റാൻ പോവുകയാണ്. നല്ലൊരു ഗെയിമിംഗ് ചാനലിന് വേണ്ടി പറ്റിയ നല്ലൊരു പേരിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഗെയിമിംഗ് വീഡിയോ ആയിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പുതിയ യൂട്യൂബ് ഞാൻ പറഞ്ഞല്ലോ, പുതിയ യൂട്യൂബ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ അറിയിൽ പരിപാടി ചാനലിൽ ഒരു കണ്ടന്റ് മാത്രമേ ഇടാവൂ. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ. ഓക്കെ, ബൈ.